ഒറ്റ മരമേ ഉള്ളൂ, പക്ഷേ ആവശ്യം പോലെ ചക്കയുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഊഹം കണ്ടിട്ട് ഇത് ഒരു ഉദ്ദേശം, ഇത് വരിക്കച്ചക്കയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്നും വിളഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ബഡ് പ്ലാവാണെന്ന് തോന്നുന്നു. അല്ലെ നമ്മുടെ നാടൻ പ്ലാവയിലൊന്നും ഇങ്ങനൊന്നും ഇത്രയും ചക്ക ഉണ്ടാകത്തില്ലല്ലോ. എനിവേ ഇത് ഒട്ടും വിളഞ്ഞിട്ടില്ല. കാരണം എനിക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ പപ്പായാണോ മമ്മിയാണോ ആരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നു, കുഞ്ഞെ ഇതിൻ്റെ ഈ നീളത്തിലിരിക്കുന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ, ഇത് നമ്മളിത് വിളഞ്ഞെന്നറിയണമെങ്കിൽ ഇതിങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് ഇതെല്ലാം ഇങ്ങനെ വീർത്തായിരിക്കുന്നു. അപ്പം നമുക്ക് പോയാലോ, നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം വിജിയാണ് 2 ഓമയ്ക്ക, ചെറിയ 2 ഓമയ്ക്ക പറിച്ചാൽ മതിയായിരുന്നു വിജി, വലിയത് വേണ്ടായിരുന്നു. 2 ഓമയ്ക്ക പറിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ എന്തോ പറയുന്നത്, ചെറിയൊരു തോട് പോലെ ഇങ്ങനെ ഇരിക്കുക. എനിക്ക് തോന്നുന്നത് ഇവരിത് ഈ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ ഇത് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ എനിക്കൊന്ന് ഞങ്ങളാ മുമ്പേ പോയിടത്തും ഇതുപോലെ തന്നെയാണ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്തൊക്കെ എല്ലാവരും ഇറങ്ങി കുളിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇഷ്ടംപോലെ പഴുത്ത മാങ്ങ അഴുക്കായിട്ട് ഇവരിത് ഡംപ് ചെയ്തേക്കുക. ഇത് കണ്ടോ, എന്തോ വലിയ ഈത്ത ഡേറ്റ്സിൻ്റെ ഇതാന്ന് നോക്കിയേ. അതേസമയം ഞങ്ങളുടെ വീടിനൊക്കെ അടുത്തൊക്കെ ഉള്ളത് തീരെ ചെറുതാണ് കേട്ടോ. സോ നല്ല ഡേറ്റ്സ്. പുള്ളിക്കാരൻ്റെ എടുപ്പ് കണ്ടാൽ പുള്ളിക്കാരൻ നട്ടു വളർത്തി ഓമയെന്ന് പറിച്ചെടുക്കുന്ന മട്ടില്ല. എനിവേ ഇവിടുത്തെ കെയർ ടേക്കർ ഒരു പാവം പിടിച്ച മനുഷ്യനായിരുന്നു നമ്മുടെ ഇത്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഓമയ്ക്ക ഇവിടെ ഞങ്ങളുടെ ഫാത്തിമയിലോ ലുലുവിലോ വെല്ലുമ്പോൾ ഈ ഒരു ചെറിയ ഓമയ്ക്ക മേടിക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം 600-700 പൈസയാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വിജി പൈസയുടെ ഇതുകൊണ്ടല്ല, ഇത് നല്ലതല്ലേ കറി വെക്കാനും തോരൻ വെക്കാനും പഴിപ്പിക്കാനും ഒക്കെ.